ഹലോ നമസ്കാരം, എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അമ്മുക്കുട്ടിയുടെ ഉണ്ട് നമ്മുടെ കൂടെ. അമ്മുക്കുട്ടിയെ അപ്പുക്കുട്ടനെ കൊണ്ടുവന്ന വികൃതിക്കാളയാണ് കേട്ടോ, അതിനെ നിർത്താൻ ഒക്കത്തില്ല. റിബണൊക്കെ നല്ല സുന്ദരി കുട്ടിയായിട്ട് നിൽക്കുകയാണ്. ഇന്നത്തെ എന്തുവാ നമ്മുടെ വീഡിയോ? ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ EM സൊല്യൂഷൻ അഥവാ എഫക്റ്റീവ് മൈക്രോ ഓർഗാനിസം അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എങ്ങനെയാണ് ചെടികൾക്കൊക്കെ ഉപയോഗിക്കുന്നതെന്നും അത് നമ്മുടെ കമ്പോസ്റ്റിനൊക്കെ എങ്ങനെ ഉപയോഗിക്കാമെന്നും ഒക്കെയാണ് നമ്മളത് കാണിക്കുന്നത്. പെട്ടെന്ന് തന്നെ എങ്ങനെ കമ്പോസ്റ്റ് ആക്കി എടുക്കാം എന്നും ഒക്കെയാണ് നമ്മൾ കാണിക്കുന്നത്. പലർക്കും ക്ഷമയില്ല. നമ്മുടെ കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ പലരും ചോദിക്കുന്നു, എന്താ ചേച്ചി കമ്പോസ്റ്റ് പെട്ടെന്ന് ആവാത്തെ, കമ്പോസ്റ്റിനകത്ത് പുഴു നിൽക്കുന്നു, കമ്പോസ്റ്റ് എന്താ ഉണങ്ങാത്ത, അങ്ങനെ പല പല ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ പെട്ടെന്ന് തന്നെ ഇത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റ് ഉണ്ടാക്കി എടുക്കാനും പറ്റും. നമ്മുടെ കൃഷിക്കൊക്കെ നല്ലതായിട്ട് എഫക്റ്റീവാണ് നമ്മുടെ EM സൊല്യൂഷൻ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇലകളിലൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന എപ്സം സാൾട്ടിനെ കുറിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ EM ലാനി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വളങ്ങളൊക്കെ ഇട്ടിട്ട് അത് പെട്ടെന്ന് മണ്ണിൽ ലയിച്ച് തരാനും ചെടികൾക്ക് അത് പ്രയോജനപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ഈ EM സൊല്യൂഷൻ ഉപയോഗിക്കുന്നത്. അതിപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം എഫക്റ്റീവ് മൈക്രോ ഓർഗാനിസം അതായത് EM സൊല്യൂഷൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പം അതിന് വേണ്ട സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ 1/2 കിലോ വെച്ചാണ് ചെയ്യുന്നത്. അപ്പം നേരത്തെ ഞാൻ 1 കിലോ വെച്ചിട്ട് എല്ലാ സാധനങ്ങളും ഓരോ കിലോ വീതം എടുത്തിട്ട് ഞാൻ ചെയ്തു. നല്ല റിസൾട്ടും കിട്ടി. അതിന് പ്രകാരമാണ് പിന്നെ അന്ന് എനിക്ക് വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. പിന്നെ അത്ര ഇരിക്കുന്നത് കൊണ്ട് പിന്നെ കുറഞ്ഞ അളവിലാണ് സാധനം എടുത്തിരിക്കുന്നത്. 1/2 കിലോ വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇത് പറഞ്ഞു തന്നിരിക്കുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെയാണ്. അപ്പോൾ അവർക്കും നല്ല റിസൾട്ട് കിട്ടിയിട്ട് എനിക്ക് പറഞ്ഞു തന്നെയാണ്. അപ്പോൾ ഞാനും അത് കേട്ടിട്ട് ഇപ്പം 2 മാസത്തോളമായി. അപ്പോൾ അത് ട്രൈ ചെയ്തു, നല്ല റിസൾട്ടും കിട്ടി. അപ്പോൾ അതെല്ലാവർക്കും അത് പ്രയോജനമാവട്ടെ എന്ന് വിചാരിച്ചു. ഇതിന് വേണ്ടതായ സാധനങ്ങൾ 1/2 കിലോ മത്തങ്ങ. അപ്പം നിങ്ങൾ 1 കിലോ കണക്കിൽ എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പം ഞാൻ 1/2 കിലോ വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പം 1/2 കിലോ മത്തങ്ങ, അതിൻ്റെ കുരു എടുത്ത് കളയുക. പിന്നെ 1/2 കിലോ പപ്പായ, കപ്പളങ്ങ, ഓമയ്ക്ക എന്നൊക്കെ പറയാം. നല്ലതുപോലെ പഴുത്തതായിരിക്കണം. അപ്പോൾ നല്ലതുപോലെ പഴുത്ത സാധനങ്ങളായിരിക്കണം നമ്മളിതിനകത്ത് എടുക്കുന്നത്. കപ്പയ്ക്കൊക്കെ പിന്നെ എല്ലാവരുടെയും വീട്ടിൽ കാണും. പിന്നെ നമ്മുടെ ഈ നാട്ടിൻപുറമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും വീട്ടിൽ ചിലപ്പോൾ ഒന്ന് കാക്കയൊക്കെ കൊത്തി കളയുന്നുണ്ടായിരിക്കും. അപ്പം അങ്ങനെ കാക്ക കൊത്തിയതോ അണ്ണാൻ കൊത്തിയതോ ഒക്കെ ആയാലും മതി കേട്ടോ. അത് അത്ര നല്ലത് വേണമെന്നൊന്നുമില്ല. പിന്നെ 1/2 കിലോ പാളയംകോടൻ പഴം അല്ലെങ്കിൽ മൈസൂർ പഴം എന്ന് പറയും ചില സ്ഥലങ്ങളിൽ. ഇവിടെയൊക്കെ ഞങ്ങൾ പാളയംകോടൻ പഴം എന്നാണ് പറയുന്നത്. പിന്നെ 1/2 കിലോയ്ക്ക് ഒരു 150 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ 1.5 ലിറ്റർ വെള്ളം കൂടി വേണം. ഇനി നമുക്കത് തയ്യാറാക്കാം. ഈ പഴത്തിന്റെ തൊലിയൊന്നും നമ്മൾ കളയണമെന്നില്ല കേട്ടോ. പഴം ആണെങ്കിലും നല്ലതുപോലെ നല്ല പഴുത്തായാലും നമ്മൾ കളയാൻ വെച്ചേക്കുന്ന പഴമാണെന്നുണ്ടെങ്കിലും ഒരു പ്രശ്നവും ഇല്ല. അപ്പം നമ്മുടെ കപ്പയ്ക്കയും പഴവും ഒക്കെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു. മത്തങ്ങ നമ്മൾ പിന്നെ ഇരുമ്പും കൊണ്ട് അരിഞ്ഞുകൊണ്ട് പെട്ടെന്ന് അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാനിത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് നമുക്കെല്ലാം അരച്ചുകൊണ്ടുവരാം. ഓരോന്നായിട്ട് അരച്ചുകൊണ്ടുവരാം. അപ്പം നമ്മൾ എടുക്കുന്ന 1.5 ലിറ്റർ വെള്ളം കൊണ്ട് ഇത് അരച്ചെടുക്കാം. ഇത് കുറച്ച് വെള്ളം മാത്രം, തെറിച്ച് പോരുത്. നമ്മളിത് അടിക്കുമ്പോൾ സ്വല്പം വെള്ളം ഒഴിച്ചിട്ട്, കാരണം ഇത് പഴമൊക്കെ ആണല്ലോ, അധികം വെള്ളമൊന്നും വേണ്ട. നമുക്ക് അങ്ങനെ അരച്ചുകൊണ്ടുവരാം. ഇതിപ്പം 3/4 ലിറ്റർ കുപ്പിയാണ്. അപ്പോൾ അതിനകത്ത് 2 പ്രാവശ്യം നമുക്ക് വെള്ളം എടുക്കണം. അപ്പോൾ സ്വല്പം എടുത്തിട്ട് നമുക്ക് അരയ്ക്കാനായിട്ട് എടുക്കാം. ഇപ്പോൾ നമ്മൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ഉണങ്ങിയ കുപ്പിക്കകത്തോട്ടോ അല്ലെങ്കിൽ ബക്കറ്റിനകത്തോട്ടോ ആക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കുപ്പിയാണ്, പ്ലാസ്റ്റിക് ബോട്ടിലാണ്. അപ്പോൾ അതിനകത്തോട്ട് ഒഴിച്ചു വയ്ക്കാം. ഇനി കപ്പയ്ക്ക് അരച്ചുകൊണ്ട് വരാം. ഓരോന്നും നമുക്ക് ഇങ്ങനെ അരച്ച് ഇങ്ങനെ മേളിൽ കൊണ്ടുവന്ന് ഒഴിക്കാം. എന്നിട്ട് ബാക്കി കാണിച്ചു തരാം. പപ്പായ അരച്ചത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പഴം അടിച്ചതാണിത്. തൊലിയോടുകൂടി അടിക്കുമ്പോൾ ഇതിൻ്റെ നിറമൊക്കെ അങ്ങ് മാറും. അപ്പം 3 നമ്മൾ അരച്ചു കഴിഞ്ഞു. അതായത് മത്തങ്ങയും പഴവും പപ്പായയും നമ്മൾ നല്ലതുപോലെ അരച്ചു കഴിഞ്ഞു. ഇനി അതിലോട്ട് 150 ഗ്രാം ശർക്കര ഇട്ട് കൊടുക്കാം. അപ്പം ബാക്കി വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് കലക്കി കൊടുക്കാം. അപ്പം ഇനി ഒരു 3/4 ലിറ്റർ വെള്ളം കൂടി ഇതിനകത്ത് ചേർക്കണം. ടോട്ടൽ 1.5 ലിറ്റർ വെള്ളം. നല്ലതുപോലെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കണം. ആ ശർക്കര എല്ലായിടും ഒന്ന് നല്ലതുപോലെ അലിഞ്ഞ് ചേരണം. അതുപോലെ തന്നെ നമ്മുടെ 3 ഫ്രൂട്ട്സും നല്ലതുപോലെ ഇതിനകത്തോട്ട് ചേരണം. നല്ലതുപോലെ കലക്കിയതിന് ശേഷം നമ്മൾ തവിഞ്ഞ് മാറ്റുക. നമുക്ക് മുട്ട ഉണ്ടല്ലോ, മുട്ട അതിനകത്തോട്ടൊന്ന് പൊട്ടിച്ച്
ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചുറ്റിച്ചങ്ങ് ഒഴിച്ചു കൊടുക്കാം. എൻ്റെ ഉണ്ണി ഒന്നും പൊട്ടാത്ത രീതിയിൽ അങ്ങ് പോട്ടെ. തോടൊന്നും ഇടണ്ട കേട്ടോ. അപ്പം നമ്മൾ മുട്ടയും കൂടെ അതിനകത്ത് പൊട്ടിച്ചൊഴിച്ചു. ഇനി നമുക്കതിനെ കെട്ടി വെക്കണം. അതിപ്പോൾ അതിൻ്റെ അടപ്പ് വെച്ച് അടയ്ക്കണമെന്നില്ല, നമ്മളൊരു തുണി വെച്ചിട്ട് കെട്ടി വെച്ചാൽ മതി. ഇനി 21 ദിവസം എങ്ങനെ ഇരിക്കണം ഇത്. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചതുകൊണ്ട് 15 ദിവസം ഇരുന്നാലും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇരിക്കും തോറും ഇതിന് ഗുണം കൂടുകയേ ഉള്ളൂ. അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത് 21 ദിവസം വെച്ചിട്ടാണ് ചെയ്തത്. അപ്പം നമുക്കിത് 21-ാം ദിവസം ഇനി തുറക്കാം, അടച്ചു വയ്ക്കാം. നല്ലൊരു തുണി വെച്ചിട്ട് എല്ലാം നല്ല വൃത്തിയായിട്ട് ചെയ്യുക. പിന്നെ ഇടയ്ക്ക് ഇത് തുറക്കാനും നിൽക്കണ്ട. നമ്മൾ അടപ്പ് വെച്ച് അടയ്ക്കുകയെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒന്ന് എയർ കളയുന്നത് നന്നായിരിക്കും. അപ്പം തുണി ആയതുകൊണ്ട് പിന്നെ അതിൻ്റെ കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഞാൻ അടപ്പ് വയ്ക്കാതിരുന്നത്. ഇനി നമ്മൾ എവിടെയെങ്കിലും അലമാരയിലോ എവിടെയെങ്കിലും ഒക്കെ വെച്ചിരുന്നാൽ മതി. ഇത് നമുക്ക് EM സൊല്യൂഷൻ കടയിൽ നിന്ന് വാങ്ങിക്കാനും കിട്ടും. അത് ഇച്ചിരി വില കൂടുതലായിരിക്കും. ഇത് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാമല്ലോ. ഇതിന് നമുക്ക് കൊണ്ടുവയ്ക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിരുന്നത് നമുക്ക് എന്തായാലും നോക്കാം. അത് ഞാൻ വേസ്റ്റിലൊക്കെ ഒഴിച്ചു. എനിക്ക് നല്ല റിസൾട്ടാണ് ഇതിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ നമുക്ക് നോക്കാം. ദണ്ട് നോക്കിയോ. അപ്പോൾ നല്ലൊരു പുളിച്ച മണമാണിത് ഇരിക്കുമ്പോൾ. 21 ദിവസമൊക്കെ കഴിഞ്ഞു കേട്ടോ ഇത്. ഇപ്പോൾ 1 മാസത്തോളം കഴിഞ്ഞാണിത്. ഞാൻ കുറേശ്ശെ എടുത്തിട്ട് എല്ലാത്തിനും യൂസ് ചെയ്യുന്നുണ്ട്. ഇതിപ്പം കോഴിക്കൂട് വൃത്തിയാക്കാൻ, കോഴിക്കൂട്ടിലൊക്കെ നമ്മൾ തളിച്ചു കൊടുത്താൽ ഈ കോഴിക്കാഷ്ടത്തിൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാകത്തില്ല. അതേപോലെ ആട്ടിൻകൂട് വൃത്തിയാക്കാൻ, അവിടെ മൂത്രത്തിൻ്റെ സ്മെല്ലൊന്നും നമുക്ക് അനുഭവപ്പെടത്തില്ല. പട്ടിക്കൂട് വൃത്തിയാക്കാനും ഒക്കെ വളരെ യൂസ് ചെയ്യുന്നതാണ്. ഇത് നമുക്കിനി എങ്ങനെയാണ് നമ്മുടെ കമ്പോസ്റ്റിനും നമ്മുടെ ചെടികൾക്കും ഒക്കെ ഒഴിക്കുന്നത് നോക്കാം. അപ്പം നമ്മുടെ ചെടിയുടെ ഇലയ്ക്കൊക്കെ ഒഴിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഇച്ചിരി അധികം ആയാലും കുഴപ്പമൊന്നുമില്ല, കാരണം ഇതെല്ലാം ജൈവമാണ്. എന്നാലും നമ്മൾ ഒരു 30 മില്ലി എടുത്തിട്ടാണ് നമ്മുടെ ചെടികൾക്ക് തളിച്ചു കൊടുക്കുന്നത്. ചെടികൾക്ക് തളിച്ചു കൊടുക്കുമ്പോൾ നമ്മളിത് എടുക്കുന്നത് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് 30 ml എടുത്തിട്ട്, അതായത് കുഞ്ഞുങ്ങളുടെ മരുന്നൊക്കെ കൊടുക്കുന്ന അടപ്പുണ്ടല്ലോ, അതിൽ 30 ml എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഒന്ന് അരിച്ചിട്ട് നമ്മുടെ സ്പ്രെയറിനകത്താക്കിയിട്ട് വേണം നമ്മുടെ ചെടികളുടെ ഇലയിലോട്ടൊക്കെ സ്പ്രേ ചെയ്യാനായിട്ട്. അപ്പം ചുവട്ടിലോ കമ്പോസ്റ്റിലോ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഇത് അരിച്ച് കുപ്പികളിലാക്കി വേണമെന്നുണ്ടെങ്കിൽ അങ്ങ് വയ്ക്കുക. അതല്ല നിങ്ങൾക്ക് അന്നേരം എടുത്തിട്ട് അന്നേരം അരിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു അരിപ്പ് വെച്ചിരുന്നാലും മതി. ഇപ്പോൾ ഇത് കുപ്പിക്കകത്ത് ആക്കി വെക്കാമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ജോലിയില്ല, നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതി. ഇപ്പം എൻ്റെത് ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ് സത്യത്തിൽ. അപ്പം നമുക്ക് പിന്നെ ഇത് വേസ്റ്റിനകത്ത് കൊണ്ട് ഒഴിക്കാനായിട്ട് കുറച്ചെടുക്കാം. അപ്പം അതിന് ഞാൻ 1 ഗ്ലാസ് എടുക്കുകയാണ് കേട്ടോ. അത് ഞാനിപ്പോൾ അരിക്കുന്നൊന്നുമില്ല വേസ്റ്റിനകത്ത് ഒഴിക്കാനായിട്ട്. അപ്പം നമ്മുടെ ചെടിയുടെ മൂട്ടിലൊക്കെ ഒഴിക്കുമ്പോൾ അഥവാ നമുക്ക് ഉറുമ്പ് വരുമെന്ന് പേടിയുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് അരിച്ച് തന്നെ നമ്മൾ ഒഴിക്കുന്നതാണ് നല്ലത്. കമ്പോസ്റ്റിലൊക്കെ നമ്മൾ ഒഴിക്കുമ്പോൾ നമുക്ക് അളവ് ഇച്ചിരി കൂടിയിരുന്നാലും കുഴപ്പമില്ല. ചെടികൾക്കാണെങ്കിലും ഇത് ജൈവമായതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ല കേട്ടോ. പിന്നെ ചെടികളുടെ മൂട്ടിൽ, പച്ചക്കറിയുടെ മൂട്ടിൽ ഒഴിക്കുമ്പോൾ നമ്മൾ 30 മില്ലി എടുക്കുക. പിന്നെ കമ്പോസ്റ്റിലൊക്കെ ഒഴിക്കുമ്പോൾ നമുക്ക് ഇച്ചിരി അളവ് കൂടിയിരുന്നാലും യാതൊരു കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ 1 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേസ്റ്റിനകത്ത് കൊണ്ട് ഒഴിച്ചിട്ട് വരാം. ഇപ്പം നമുക്കിതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കലത്തിലോ ബക്കറ്റിലോ ഒക്കെ വേസ്റ്റ് കമ്പോസ്റ്റ് ആക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അളവെടുത്താൽ മതി കേട്ടോ. കുറേ ഒന്നും വെള്ളം അതിനകത്ത് കോരി ഒഴിക്കരുത്. പിന്നെ ഒരുപാട് വെള്ളമായിപ്പോൾ നമ്മുടെ കമ്പോസ്റ്റിനകത്ത്. അപ്പോൾ ഞാനിപ്പോൾ ഒഴിക്കുന്നത് റിങ്ങിനകത്താണ്. അപ്പം അത് കുറച്ച് കൂടുതലായാലും അവിടെ കുഴപ്പമില്ല. അത് മണ്ണുമായിട്ട് ടച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് അവിടെ പ്രശ്നം വരില്ല. പക്ഷെ നമ്മൾ കലത്തിലോ ബക്കറ്റിലോ ആണെന്നുണ്ടെങ്കിൽ ഒരു കുറച്ചെടുത്തിട്ട് ഈ പറഞ്ഞ അളവിൽ എടുത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ റിംഗ് കമ്പോസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. അപ്പം ഞാൻ അത്യാവശ്യത്തിന് ഇതിനകത്തുനിന്ന് വളമൊക്കെ എടുക്കാറുണ്ട്. ഓരോ ചെടികൾക്കുമൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് എടുക്കാറുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഈ EM സൊല്യൂഷനൊക്കെ ഒഴിച്ചൊക്കെ ഞാൻ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഇടുകയെന്ന് വെച്ചാൽ ഓരോ ദിവസത്തെയും വേസ്റ്റ് കൊണ്ട് നമുക്ക് ഇതിനകത്ത് ഇടാം. അന്നേരം നമുക്ക് ഇത് കുറച്ച് തളിച്ചു കൊടുക്കാം. അങ്ങനെ അപ്പോൾ നമ്മൾ പുട്ട്, പിന്നെ തേങ്ങാപ്പീര അങ്ങനെ എടുത്തില്ലേ, അതേപോലെ നമുക്ക് പിന്നെ ഈ വേസ്റ്റും ഈ വെള്ളം കൂടെ നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പം ഇതൊക്കെ കണ്ടില്ലേ, നല്ലതുപോലെ അങ്ങ് പൊടിഞ്ഞു ചേരും പെട്ടെന്ന് തന്നെ. ഇപ്പം ഡെയിലി ഞാൻ ഇവിടെ തൂക്കുന്നതും ഓറഞ്ചിൻ്റെതും എല്ലാ തൊലിനകത്ത് എല്ലാ വേസ്റ്റും ഇതിനകത്ത് കൊണ്ടുവന്ന് ഇടാറുണ്ട്. കണ്ടില്ലേ. അപ്പോൾ ഈ സൈഡിലാണെന്നുണ്ടെങ്കിൽ തൂക്കുന്ന കരിയിലയും വേസ്റ്റും ഒക്കെ ദാണ്ട് ഈ സൈഡിലോട്ട് കൊണ്ടിട്ട് കൊടുക്കുക. എന്നിട്ട് നീക്കി ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റിയിട്ട് പൊടിയുന്നതെല്ലാം ഒരു സൈഡിലോട്ട് മാറ്റിയിട്ട് പൊടിയാത്ത എല്ലാം കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു സൈഡിലോട്ട് ഇട്ടിട്ട് അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. അതെല്ലാം നിരത്തി ഇങ്ങനെ ഇട്ടിട്ട് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആട്ടിൻ കാഷ്ടമൊക്കെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. 1-2 ദിവസത്തെ ആട്ടിൻ കാഷ്ടമൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇതിൽ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കാം.
അതുപോലെ നമ്മുടെ കിച്ചണിലെ വേസ്റ്റുകൾ, പപ്പായ അരിഞ്ഞതൊക്കെ ഉണ്ട്, പഴത്തൊലി എല്ലാം ഉണ്ട്, വേറെ പഴത്തൊലി, ഏത്തക്കയുടെ തൊലിയൊക്കെ. അപ്പോൾ ഇത് നമുക്കിങ്ങനെ കൈ കൊണ്ട് നമുക്കൊന്ന് എല്ലടും നമ്മൾ പുട്ടിന് പൊടി നനയ്ക്കുന്ന മാതിരി ഇങ്ങനെ ഒന്ന് തളിച്ചു കൊടുക്കാം. ഇതവിടെ കിടന്ന് അങ്ങ് പൊടിഞ്ഞോളും. ഇതിന് ഞങ്ങൾക്ക് ഇനി അടുത്ത ചേനയ്ക്കും ചേമ്പിനും ഒക്കെ ഉള്ള വളമാണിത്. ഇത് ഈ വേസ്റ്റുകളെയൊക്കെ പെട്ടെന്ന് വിഘടിപ്പിച്ച് സൂക്ഷ്മ മൂലകങ്ങളൊക്കെ വർദ്ധിച്ച് പെട്ടെന്ന് ഈ വേസ്റ്റൊക്കെ പൊടിഞ്ഞ് നല്ല അടിപൊളി കമ്പോസ്റ്റായിട്ട് മാറും. ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമമാണ്, ഈ വേസ്റ്റിനകത്തൊക്കെ പുഴു വരുന്നുണ്ട്. ഇതങ്ങനെ പുഴു വരുമെന്നും അങ്ങനെയൊന്നും പേടിക്കണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് അധികം വാടയൊന്നും ഇല്ലാതെ നമുക്കിത് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ചെടികൾക്കാണെന്നുണ്ടെങ്കിലും ഇത് ചെടികളുടെ ചുവട്ടിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ വളങ്ങളൊക്കെ പെട്ടെന്ന് ചെടികൾക്ക് കിട്ടത്തക്ക രീതിയിൽ അത് വളരെയധികം പ്രയോജനം ചെയ്യും. അപ്പോൾ ആട് നിൽക്കുന്നിടം എല്ലാം നമ്മൾ ഇതൊഴിച്ച് കഴുകാറുണ്ട്. അതുകൊണ്ട് ഇവിടെ അങ്ങനെ വലിയ സ്മെല്ലൊന്നും നമുക്ക് അനുഭവപ്പെടാറില്ല. അതുപോലെ തന്നെ കോഴിക്കോട് നമ്മുടെ ബ്രൂണോ നിൽക്കുന്ന സ്ഥലമൊക്കെ നമ്മൾ ഇത് വെച്ചാണ് കഴുകുന്നത്. ഒന്ന് തളിച്ചു കൊടുത്താലും മതി കേട്ടോ, ആ സ്മെല്ലങ്ങ് മാറിക്കിട്ടും. ഇപ്പോൾ നമ്മുടെ പച്ചക്കറികൾക്ക് ഒഴിക്കാനായിട്ട് ഞാൻ 1 ഗ്ലാസ് എടുത്തതാണ്. അപ്പോൾ 1 ഗ്ലാസ് നമ്മൾ എടുത്തിട്ട് അതിനകത്തോട്ട് 1 ലിറ്റർ വെള്ളം കൂടെ ചേർക്കുന്നു. പിന്നെ നമ്മൾ കുറേ കൂടെ വെള്ളം ചേർക്കണം. ഇതൊന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം 1 ലിറ്റർ വെള്ളം ചേർക്കുന്നത്. അപ്പം അത് നമുക്ക് അരിച്ചെടുത്തുകൊണ്ട് വരാം. അപ്പം നമുക്കിത് അരിച്ചെടുക്കാം. ഇതിനായിട്ടൊക്കെ ഒരു അരിപ്പൊക്കെ നമ്മളങ്ങ് വെച്ചിരുന്നാൽ വേറെ ഒന്നിനും ഇത് യൂസ് ചെയ്യരുത്. ഈ അടുപ്പൊക്കെ കൊണ്ട് നമുക്ക് വാഴയുടെ തെങ്ങിൻ്റെയൊക്കെ മൂട്ടിക്കൊണ്ടിടാൻ കേട്ടോ. പച്ചക്കറികളിൽ ഉറുമ്പ് വരുന്ന പേടിക്കൊന്നും വേണ്ട. അപ്പം നമുക്ക് 1 ലിറ്റർ വെള്ളം കൂടെ ഇതിനകത്ത് ചേർത്തിട്ട് നമ്മുടെ ചെടികൾക്ക് കൊണ്ടൊന്ന് ഒഴിക്കുക. അപ്പം ചെടികളുടെ അളവിനനുസരിച്ചും ചെടികളുടെ വലിപ്പത്തിനനുസരിച്ചും വേണം നമ്മളിത് ഉപയോഗിക്കാനായിട്ട്. അപ്പം വളരെ ചെറിയ ചെടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് കൊടുത്താൽ മതി, വളരെ കുറച്ച് കൊടുത്താൽ മതി. അപ്പം നമ്മൾ പല വളങ്ങളും ചേർക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് പീച്ചിൽ ഇന്നാണ് നട്ട പീച്ചിൽ ഗ്രോ ബാഗ് മണ്ണൊരുക്കിയിട്ട് നമ്മളത് പീച്ചിൽ നട്ടിരുന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പം നല്ലതുപോലെ വളർന്ന് പന്തലിലോട്ടൊക്കെ ചെറുതായിട്ട് കയറാൻ തുടങ്ങി. അപ്പം അതിൻ്റെ ചുവട്ടിൽ ഞാൻ ചാണകമൊക്കെ ഇട്ട് വളമൊക്കെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പം അത് ആ വളമൊക്കെ ഒന്ന് പെട്ടെന്ന് വിഘടിച്ച് ഈ ചെടിക്ക് വളമായി തീരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ടാണിത് ഒഴിക്കുന്നത്. ഓരോ ഗ്ലാസ് വീതം ഒഴിച്ചാൽ മതി കേട്ടോ. എന്തും നല്ലതെന്ന് കരുതി ഒരുപാട് കൊണ്ടൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ഇതെന്താണെന്ന് ആർക്കെങ്കിലും പറയാമോ? അറിയാവുന്നവരൊക്കെ പറയുക കേട്ടോ. അപ്പോൾ നമ്മൾ 1 കിലോ വെച്ച് ഉണ്ടാക്കിയാലും ഒരുപാടൊന്നും ഇല്ല കേട്ടോ. ഇത് നമ്മളെല്ലാ ചെടിക്കും തളിച്ച് വരുമ്പോഴത്തേക്ക് പെട്ടെന്നൊക്കെ തീരും. ഇതിങ്ങനെ അരിച്ചിട്ട് നമുക്ക് ഇലയിലോട്ടും കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ചുവട്ടിൽ മാത്രമേ ഒഴിക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. 10 ദിവസത്തിലൊരിക്കലും നമ്മുടെ എല്ലാ ചെടികൾക്കും നമുക്കിത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ വളം ഇടുമ്പോൾ നമുക്ക് ഇതും കൂടെ കൊണ്ടുവന്ന് ഓരോ ഗ്ലാസ് വീതം എല്ലാത്തിനും ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം ഇത് ഒഴിക്കാനായിട്ട് കേട്ടോ. അപ്പം നമ്മുടെ ആദ്യത്തെ കോളിഫ്ലവർ വിളവെടുക്കാൻ പോവുകയാണ്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എത്ര പെട്ടെന്നാണ് നമ്മൾ കോളിഫ്ലവറൊക്കെ വിളവെടുത്തത്. ഇനിയിപ്പോൾ ഇത് ഇതേപോലെ ഇവിടെ നിന്നോട്ടെ. ഇതിൻ്റെ ഇലയൊന്നും തോരൻ വെക്കാൻ ഞാൻ എടുക്കുന്നില്ല. ഇതിൻ്റെ അടിഭാഗത്തൂടെ നമുക്ക് വേറെ കൊമ്പുകൾ വരും, ഇതിൻ്റെ അടിഭാഗത്തൂടെ. അപ്പോൾ നമുക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ ഒടിച്ച് വേറെ തൈയായിട്ട് നമുക്കത് നടാനായിട്ട് സാധിക്കും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അങ്ങനെ ഒരെണ്ണം നട്ടായിരുന്നു കേട്ടോ. അത് കായ് പിടിക്കുകയും ചെയ്തു. കുറേ നാൾ അങ്ങനെ നിന്നു കാ പിടിക്കാനായിട്ട്. അവസാനം കാ കിട്ടി അതിൽ നിന്ന്. അപ്പം ബാക്കിയുള്ള കോളിഫ്ലവറും ദാണ്ട കായൊക്കെ നല്ലതുപോലെ വരുന്നുണ്ട്. നമ്മൾ കോളിഫ്ലവർ വെച്ചിട്ട് നല്ലൊരു അടിപൊളി മഞ്ചൂരിയൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ 3 പേരും കൂടെ ചേർന്നിട്ട്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കണം കേട്ടോ. നല്ല സൂപ്പർ മഞ്ചൂരിയൻ ആയിരുന്നു. അപ്പം നമ്മൾ ക്യാബേജും കൂടെ വിളവെടുക്കുകയാണ്. ക്യാബേജ് നല്ലതുപോലെ പരുവമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവസാനത്തെ ഇലയൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ആകാത്തത് ഇങ്ങനെയൊക്കെ ഇങ്ങനെ നിൽക്കും കേട്ടോ. ഇതായി വരുന്നതേ ഉള്ളൂ.
ഇതൊക്കെ നല്ല നികന്ന് കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിനകത്ത് ഇനി വലുതാവുമെന്നും വിചാരിച്ചിരിക്കുകയൊന്നും വേണ്ട, നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് 10 എണ്ണം നമ്മൾ ഒരുമിച്ച് നട്ടാൽ നമുക്ക് ഒരുമിച്ച് വിളവെടുക്കേണ്ടി വരും. ഇപ്പം കുറച്ച് നമ്മൾ നടാന്നുണ്ടെങ്കിലോ, ഇപ്പോൾ സെപ്റ്റംബറിൽ ഒരു 5 എണ്ണം നടുക, അതുപോലെ ഒക്ടോബറിൽ, നവംബറിൽ ഇങ്ങനെ ഒരു ദിവസങ്ങൾ ഗ്യാപ്പിട്ട് നടാമെന്നുണ്ടെങ്കിൽ നമുക്ക് പതിയെ നമുക്ക് വിളവെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഇലയൊന്നും നമുക്കിനി കളയേണ്ട കാര്യമില്ല, ഇത് നമുക്ക് തോരൻ വയ്ക്കാം. ഇത് നമ്മൾ കുറച്ച് നാളിവിടെ നിർത്തിയിരുന്നാൽ ഇതിൻ്റെ അടിയിൽ നിന്ന് കൊച്ചു ക്യാബേജുകൾ ഇതിനകത്ത് തന്നെ ഉണ്ടാകും. കഴിഞ്ഞ പ്രാവശ്യം കുറേ ഇങ്ങനെ കുഞ്ഞു ക്യാബേജുകൾ ഇതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് തോരൻ വയ്ക്കാനും നല്ലതാണ്. ഇതങ്ങനെ തന്നെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് ക്യാബേജിൻ്റെ വിളവെടുക്കാം കേട്ടോ. ക്യാബേജൊക്കെ നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. കെട്ടിയൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ കൂടി നിൽക്കും. അപ്പം നമുക്കത് വെട്ടിയെന്നൊക്കെ പരുവാൻ മേലത്തെ ഇലയൊക്കെ ഇങ്ങനെ നികന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നിർത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പം നമുക്കിത് വെട്ടിയെടുക്കാം. ഇപ്പം നമുക്ക് ഓരോ മാസവും നമ്മൾ നടാനുണ്ടെങ്കിൽ, അതായത് സെപ്റ്റംബറിൽ കുറച്ച് നടുക, ഒക്ടോബറിൽ കുറച്ച് നടുക, അതുപോലെ നവംബറിൽ കുറച്ച് നടുക. അങ്ങനെ നടുമ്പോൾ നമുക്ക് എല്ലാ മാസത്തിലും നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ക്യാബേജ് വെച്ച് നല്ലൊരു അടിപൊളി തോരനൊക്കെ ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം നട്ട്. അപ്പോൾ അത് നിങ്ങൾ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണം. ക്യാബേജൊക്കെ തോരൻ വയ്ക്കുമ്പോഴും ഒരു ചെറിയ സ്മെല്ലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ ഒരു ടിപ്സൊക്കെ അതിനകത്ത് ചെയ്യുന്നുണ്ട് കണ്ടോ. അപ്പോൾ നമ്മൾ ഇത് എല്ലാം ഒന്നും വെട്ടിക്കളയേണ്ട കാര്യമില്ല. ഇതിനകത്ത് നമുക്ക് ഇതിൻ്റെ അടിഭാഗത്തൂടെ ഇനിയും കുഞ്ഞു ക്യാബേജുകൾ കിളിച്ച് വരും. അത് നമുക്ക് തോരൻ വയ്ക്കാൻ നല്ലതാണ്. അപ്പം കോളിഫ്ലവർ മഞ്ചൂരിയൻ ഉണ്ടാക്കിയ രീതിയും ക്യാബേജ് തോരൻ വെക്കുന്ന രീതിയും, അതുപോലെ കോളിഫ്ലവറും ആലുവൊക്കെ ഇട്ടിട്ട് ഒരു കറിയുണ്ട്, ആലു ഗോപി കറി യുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കണം, സൂപ്പർ കറികളാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും EM സൊല്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയും അത് ഉപയോഗിക്കുന്ന രീതിയും ഒക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യുക. വളരെ എളുപ്പമല്ലേ, അതാണ്ട് അവക്ക് ഇരുന്നിട്ട് ഇരിപ്പില്ല. അപ്പോൾ വളരെ എളുപ്പത്തിലാണ് മമ്മി EM സൊല്യൂഷൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ നമ്മുടെ അമ്മക്കുട്ടിയും എൻജോയ് ചെയ്തെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുക. ഇനി കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കാത്തു കെട്ടി കിടക്കേണ്ട, പെട്ടെന്ന് കാര്യം നടക്കും. അപ്പോൾ എന്തായാലും ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഫേസ്ബുക്കിലും വരുന്നതാണ്. നമ്മുടെ ഫേസ്ബുക്ക് പേജ് മിനി ലൈക്ക് ചെയ്തിടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർ ഞാനും മമ്മിയും പിന്നെ നമ്മുടെ അമ്മുക്കുട്ടിയും. ബൈ ബൈ.